ക്ലാസ്സിൽ എക്സസൈസ് 11.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. യൂസിങ് ലോസ് ഓഫ് എക്സ്പോണൻസ് സിംപ്ലിഫൈ ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. അതായത് ലോസ് ഓഫ് എക്സ്പോണൻസ് ഉപയോഗിച്ച് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് അതിനുശേഷം ആൻസർ എന്ത് എഴുതണം? എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതണം. എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുമ്പോൾ ഇതുപോലെ 3^2, 4^4 ഇതുപോലത്തെ ഫോർമാറ്റിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ലോസ് ഓഫ് എക്സ്പോണൻസ് എന്തൊക്കെയായിരുന്നു? എക്സ്പോണൻസിൻ്റെ ലോസ് അത് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്കത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഫസ്റ്റ് ലോ a⁻m ഇൻറ്റു a⁻n സെയിം ബേസ് ആണ്, പവേഴ്സ് ഡിഫറെൻ്റ് ആണ്. സെയിം ബേസും പവേഴ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനെങ്ങനെ എഴുതണം? a⁻m + n. ഇതാണ് ഫസ്റ്റ് റൂൾ. മനസ്സിലായോ? അതായത് സെയിം ബേസ്, അതായത് a⁻m എന്ന് പറയുമ്പോൾ ഇതിൽ ബേസ് ഏതാണ്? ഈ a. പവർ എന്ന് പറയുമ്പോൾ ഈ റേസ് വന്നത്. ഓക്കെ, അപ്പോൾ സെയിം ബേസും പവർ ഡിഫറെൻറ്റും തമ്മിലുള്ള സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആൻസർ എന്തായിരിക്കും? ആ ബേസ് എടുത്ത് എഴുതുക, അതിനുശേഷം പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. ഇനി സെക്കൻഡ് a⁻m ഡിവൈഡഡ് a⁻n. ഇവിടെ സെയിം ബേസ് എ എന്നുള്ള ബേസ് അല്ലെ, സെയിം ബേസ്, അതുപോലെ പവർ ഡിഫറെൻ്റ് ആണ്. അത് തമ്മിൽ ഡിവൈഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് a⁻m - n. അതായത് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പവേഴ്സിനെ തമ്മിൽ മൈനസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ്. നമുക്ക് തേർഡ് നോക്കാം. a⁻m (n). ഇങ്ങനെയാണ് വരുന്നതെങ്കിലോ നമുക്ക് എഴുതേണ്ടത് a⁻m ഇൻറ്റു n. അതായത് ഈ ഓഫ് ബ്രാക്കറ്റ് നമ്മൾ അല്ലെങ്കിലും ഇൻറ്റു എന്നാണ് പറയുന്നത് അല്ലെ, മൾട്ടിപ്പിൾ ആണ് പറയുന്നത്. അപ്പോൾ a⁻m (n) ആണ് എന്ന ഫോമിലാണ് വരുന്നുണ്ടെങ്കിൽ ലോസ് ഓഫ് എക്സ്പോണൻറ്റ് പ്രകാരം നമ്മൾ ചെയ്യേണ്ടത് ബേസ് എഴുതിയിട്ട് ഈ പവേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. a⁻m ഇൻറ്റു n. ഇനി ഫോർത്ത് a⁻m ഇൻറ്റു b⁻m. ഇവിടെ എന്താ പ്രത്യേകത? ബേസ് ഡിഫറെൻ്റ് ആണ്. ഒരു ബേസ് എയും ഒരെണ്ണം ബിയുമാണ് അല്ലേ. അപ്പോൾ ബേസുകൾ തമ്മിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ പക്ഷേ പവേഴ്സ് എന്താ? സെയിം ആണ്, എം. അതായത് പവേഴ്സ് സെയിമും ബേസ് ഡിഫറെൻറ്റും ആണെങ്കിൽ അത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ബേസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, a ഇൻറ്റു ബി. എന്നിട്ട് പവർ രണ്ടിൻ്റെയും സെയിം അല്ലേ, അപ്പോൾ പവർ എടുത്ത് എഴുതാം. അതായത് a ഇൻറ്റു ബി (m). നെക്സ്റ്റ് a⁻0. അതായത് പവർ 0 ആയിട്ട് വന്നാൽ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1. അപ്പം എന്തിൻ്റെയും പവർ 0 ആയിട്ട് വന്നാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 1. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ലോസ് ഓഫ് എക്സ്പോണൻസ്. ഇനി ഈ റൂൾ പ്രകാരം വേണം നമുക്ക് ഓരോന്നും സിംപ്ലിഫൈ ചെയ്ത് ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3^2 ഇൻറ്റു 3^4 ഇൻറ്റു 3^8. ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? അതായത് ഇത് അല്ലേ, അതായത് a⁻m ഇൻറ്റു ഇതിൻ്റെ ബേസുകളെല്ലാം സെയിം ആണ്. അപ്പോൾ a⁻m ഇൻറ്റു a⁻n a⁻m + n എന്നുള്ള ഫോർമാറ്റിലാണ് ഇത് കിടക്കണം. കാരണം എല്ലാത്തിൻ്റെയും ബേസ് സെയിം ആണ്, പവേഴ്സ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആൻസർ എങ്ങനെയായിരിക്കണം? ബേസ് എഴുതിയിട്ട് അതിൻ്റെ പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ 3^2 ഇൻറ്റു 3^4 ഇൻറ്റു 3^8 എങ്ങനെ എഴുതാം? ബേസ് സെയിം അല്ലേ, അപ്പോൾ 3. അതായത് ഈ എയുടെ സ്ഥാനത്ത് നമുക്ക് 3 ആണ് എഴുതേണ്ടത്. 3^2. ഇനി പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാം. 2 + 4 + 8. അപ്പോൾ ആൻസർ എന്ത് വരും? 3^14. 2 + 4 + 8 ചെയ്യുമ്പോൾ 14. അപ്പോൾ ആൻസർ 3^14. സെക്കൻഡ് ക്വസ്റ്റ്യൻ 6^15 ഡിവൈഡഡ് ബൈ 6^10. ഇതേത് ഫോർമാറ്റിലാണ്? ഈ ലോ പ്രകാരം ചെയ്യണം. കാരണം ബേസ് രണ്ടും സെയിം ആണ്. ചെയ്യാൻ തന്നിരിക്കുന്നത് ഡിവിഷനാണ്. അതായത് a⁻m ഡിവൈഡഡ് a⁻n എന്നുള്ള ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്.
എ റേസ് ടു എം മൈനസ് എൻ. ബേസ് എഴുതിയിട്ട് അതിൻ്റെ പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 6^15 6^10 ആണ്. അപ്പോൾ ബേസ് എന്താ 6. ഇനി പവേഴ്സ് 15 ആണ്. 15 എന്ത് ചെയ്യണം? 10 മൈനസ് ചെയ്യണം. അപ്പോൾ ആൻസർ 6^5. തേർഡ് ക്വസ്റ്റ്യൻ എ റേസ് ടു 3 ഇൻറ്റു എ റേസ് ടു 2. ഇത് ബേസ് രണ്ടും സെയിം ആണ്. അപ്പോൾ നമ്മൾ ഏത് ഉപയോഗിക്കാം? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എന്നുള്ള ലോ അല്ലേ. അപ്പോൾ ഇതിൽ ബേസ് എന്ന് പറയുന്നത് എ, എം പ്ലസ് എന്ന് പറയുമ്പോൾ 3 + 2. അപ്പോൾ എത്ര കിട്ടും ആൻസർ? എ റേസ് ടു 5. ഫോർത്ത് ക്വസ്റ്റ്യൻ 7 റേസ് ടു എക്സ് ഇൻറ്റു 7 റേസ് ടു 2. ബേസ് രണ്ടും സെയിം ആണ്, പവേഴ്സ് ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് എഴുതേണ്ട ലോ ഏതായിരിക്കും? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. എന്താ ചെയ്യേണ്ടത്? എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഇവിടെ ബേസ് എന്താണ്? 7 ആണ്. സോ നമുക്ക് 7 എഴുതാം. എം പ്ലസ് എൻ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 2. ഒന്ന് വേരിയബിളും ഒന്ന് നമ്പറുമാണ്, അതുകൊണ്ട് നമുക്കിത് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ തന്നെ എഴുതിയാൽ മതി. 7 റേസ് ടു എക്സ് പ്ലസ് 2 ആണ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 5 റേസ് ടു 2 ഓൾ റേസ് ടു 3 ഡിവൈഡഡ് 5 റേസ് ടു 3. ഇപ്പോൾ ഇതിൽ ഇത് ഈ ഫോർമാറ്റിലാണ് നടക്കുന്നത് അല്ലേ. 5 റേസ് ടു 2 ഓൾ റേസ് ടു 3 എന്ന് പറയുമ്പോൾ എ റേസ് ടു എം ഓൾ റേസ് ടു എൻ. അപ്പോൾ ലോ പ്രകാരം ഇങ്ങനെ എഴുതേണ്ടത് എ റേസ് ടു എം ഇൻറ്റു എൻ. അപ്പോൾ ഇവിടെ 5 റേസ് ടു 2 ഓൾ റേസ് ടു 3 എഴുതേണ്ടത് എങ്ങനെയായിരിക്കും? ബേസ് 5. ഇനി ഈ 2ഉം ഈ 3യും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു 3, അതായത് 5 റേസ് ടു 6 കിട്ടും. ഓക്കെ, ഇനി ഇത് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? അതിനെ ഡിവൈഡ് ചെയ്യണം. എന്ത് വെച്ചിട്ട്? 5 റേസ് ടു 3 വെച്ചിട്ട്. അപ്പോൾ 5 റേസ് ടു 6 കിട്ടിയത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് 5 റേസ് ടു 6 കിട്ടി. ഇനി ആ 5 റേസ് ടു 6നെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 5 റേസ് ടു 3. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിലാണ്? സെക്കൻഡ് ലോ പ്രകാരമാണ് ചെയ്യേണ്ടത് അല്ലേ. അതായത് എ റേസ് ടു എം ഡിവൈഡഡ് എ റേസ് ടു എൻ. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ബേസ് 5 ആണ്, ബേസ് രണ്ടും സെയിം ആണ്. അപ്പോൾ 5 എഴുതി. ഇനി പവേഴ്സ് തമ്മിൽ മൈനസ് ചെയ്യണം. അപ്പോൾ 6 മൈനസ് 3. 5 റേസ് ടു 6 മൈനസ് 3 എന്ന് പറയുമ്പോൾ 3. ആൻസർ ഈസ് 5 റേസ് ടു 3. അപ്പോൾ ഇതിൽ 2 ലോ പ്രകാരമാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് 6th ക്വസ്റ്റ്യൻ ചെയ്യാം. 6th ക്വസ്റ്റ്യൻ 2 റേസ് ടു 5 ഇൻറ്റു 5 റേസ് ടു 5. ഇവിടെ ബേസ് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇവിടെ ബേസ് 2ഉം ഇവിടെ ബേസ് 5 ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ബേസുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ലോ പ്രകാരം വേണം ചെയ്യാൻ. അത് എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം. ബേസ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ പവേഴ്സ് സെയിം ആണ്. അപ്പോൾ എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഈക്വൽ ടു എങ്ങനെ ചെയ്യേണ്ടത്? എ ഇൻറ്റു ബി ഓൾ റേസ് ടു എം. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്താം? ഈ എ ബി എന്നുള്ള ഫോർമാറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എയുടെ സ്ഥാനത്ത് 2, ബിയുടെ പ്ലേസിൽ 5 ഓൾ റേസ് ടു എം. എം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അതായത് 2 ഇൻറ്റു 5 ഓൾ റേസ് ടു 5. 2 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 10. 10 റേസ് ടു 5. ഓക്കെ, 7th ക്വസ്റ്റ്യൻ എ റേസ് ടു 4 ഇൻറ്റു ബി റേസ് ടു 4. ഇവിടെ ബേസ് രണ്ടും ഡിഫറെൻ്റ് ആണ്, പവേഴ്സ് രണ്ടും സെയിം ആണ്. ഇപ്പോൾ ഏത് ലോ പ്രകാരം ചെയ്യണം? എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം ഈക്വൽ ടു എ ഇൻറ്റു ബി ഓൾ റേസ് ടു എം. ഇവിടെ എയുടെ പ്ലേസിൽ ഇവിടെയും എ തന്നെയാണ്. എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ഇവിടെയും ബി തന്നെ ഓൾ റേസ് ടു എം. എം എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്? 4. അതായത് അതിൻ്റെ പവർ രണ്ടും സെയിം ആണ്, അതായത് 4. അപ്പോൾ എ ഇൻറ്റു ബി ഓൾ റേസ് ടു 4. എ ഇൻറ്റു ബി എന്ന് വെച്ചാൽ എന്ത് എഴുതാം?
AB all raised to 4. ഇനി 8th question, 3 raised to 4 all raised to 3. ഇത് ഏതിലോ ആയിരിക്കും? തേർഡ്. ഇത് A raised to M all raised to N. ഇനിയുണ്ടത് A raised to M into N. അതായത് ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളത് ബേസ് എന്നാണ് 3. അപ്പോൾ 3 raised to 4 into 3 അല്ലെ, ഈ രണ്ട് പവേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 3 raised to 4 into 3 എന്ന് പറയുമ്പോൾ 12. 3 raised to 12. 9th question, 2 raised to 20 divided by 2 raised to 15 into 2 raised to 3. ഇനി ഇവിടെ രണ്ട് ലോ അപ്ലൈ ചെയ്യേണ്ടി വരും, കാരണം ഇതിനാദ്യം നമുക്ക് സോൾവ് ചെയ്യണം. 2 raised to 20 ഡിവൈഡഡ് 2 raised to 15. ഇതിൽ ബേസ് രണ്ടും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇതെടുക്കാം. അതായത് A raised to M ഡിവൈഡഡ് ബൈ A raised to N ഈക്വൽ ടു A raised to M minus N. അപ്പോൾ എന്ത് ചെയ്യും? ബേസ് A എന്ന് പറയുമ്പോൾ ഇവിടെ 2 ആണ്. 2 raised to M എന്ന് പറയുമ്പോൾ 20 മൈനസ് 50. 2 raised to 20 മൈനസ് 50. അപ്പോൾ ആദ്യം ഇതാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 raised to 5. ഇനി തീർന്നില്ല, കാരണം ഇനി എന്ത് ചെയ്യണം? അതിനെ 2 raised to 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് 2 raised to 5. 2 raised to 5 എന്ന് വെച്ചാൽ ഇത്രയും സോൾവ് ചെയ്തത് അല്ലേ? ഇതിൻ്റെ ആൻസറാണ് 2 raised to 5. അതേ ഇൻറ്റു എന്ത് ബാലൻസ് ഉള്ള 2 raised to 3. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിൽ എടുക്കുന്നത്? അതായത് ബേസ് സെയിം, പവേഴ്സ് ഡിഫറെൻറ്റ്. ഇപ്പോൾ ഫസ്റ്റ് ലോ പ്രകാരം ചെയ്യണം. A raised to M ഇൻറ്റു A raised to N എന്നുള്ള ഫോർമാറ്റിൽ. അപ്പോൾ അതിൽ റൂൾ എന്താ പറഞ്ഞേക്കണേ? A raised to M plus N. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ചെയ്യേണ്ടത്? ബേസ് 2 ആണ്. ബേസ് 2 ഇനി പവേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ 5 plus 3 2 raised to 8. ആൻസർ ഈസ് 2 raised to 8. അപ്പോൾ ഇവിടെ രണ്ട് ലോ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആദ്യം ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്തതിന് ശേഷം ആ ആൻസറിനെ മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് വെച്ചിട്ട്? 2 raised to 3 വെച്ചിട്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 10th one. 8 raised to t ഡിവൈഡഡ് ബൈ 8 raised to 2. ഇതിൽ ബേസ് രണ്ടും സെയിം ആണ്. അപ്പോൾ ഡിവിഷനാണ്. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് ഇത് A raised to M ഡിവൈഡഡ് A raised to N ഈസ് ഈക്വൽ ടു A raised to M minus N. അപ്പോൾ ഈ റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ബേസ് എന്ന് പറയുമ്പോൾ 8 ആണ്. ഇനി പവേഴ്സ് T മൈനസ് 2. ഇത് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഒരെണ്ണം വേരിയബിളും ഒന്നും നമ്പറുമാണ്. അപ്പോൾ നമുക്ക് ഇതാണ് ആൻസർ, 8 raised to t മൈനസ് 2. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.